ഇലക്ട്രോണിക്സിനെ പറ്റി പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമേ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന 3 കാര്യങ്ങൾ പഠിക്കണം. വോൾട്ടേജ്, കറണ്ട്, പവർ. ഇത് മൂന്നും പഠിക്കുന്നതിന് മുമ്പ് ആദ്യമേ എന്താണ് ഇലക്ട്രോണിക്സ് എന്ന് നോക്കാം. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളുടെ ചലനത്തെപ്പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇലക്ട്രോണിക്സ്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോൺ? ഇലക്ട്രോൺ എന്നത് ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന ഒരു കുഞ്ഞു കണികയാണ്. അതുകൊണ്ട് നമുക്ക് ആറ്റത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ശരീരം ഉൾപ്പെടെ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റത്തിന്റെ ഷേപ്പിനെ പറ്റി പറയുമ്പോൾ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്ന പോലെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ. ഈ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ എന്നും പ്രോട്ടോൺ എന്നും പറയുന്ന 2 കണികകളാണുള്ളത്. ഈ ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണുള്ളത്. ഈ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജുമാണുള്ളത്. ഈ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണാണ് നമ്മുടെ കഥയിലെ നായകൻ. ഈ ഇലക്ട്രോണുകൾക്ക് ആവശ്യത്തിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഒരാറ്റത്തിൽ നിന്നും മറ്റൊരാറ്റത്തിലേക്ക് പോകാൻ സാധിക്കും. ഈ ന്യൂക്ലിയസിനകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിന്റെ എണ്ണവും അതിനെ ചുറ്റി കറങ്ങുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ആറ്റം ന്യൂട്രൽ ആയിരിക്കും, അതിന് ചാർജ് ഒന്നും ഇല്ല. ഈ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ വേറൊരു ആറ്റത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണിന്റെ കുറവ് വരും. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൂടുതലായിരിക്കും, ആ ആറ്റം പോസിറ്റീവ് ചാർജുള്ള ആറ്റവും. അതുപോലെ ഈ ഇലക്ട്രോൺ ഏത് ആറ്റമാണ് വാങ്ങിക്കുന്നത് ആ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ കൂടുതലാവുകയും അതിന് നെഗറ്റീവ് ചാർജ് ആവുകയും ചെയ്യും. ആറ്റത്തിനകത്ത് ഈ ഇലക്ട്രോണുകൾ കറങ്ങുന്ന ഒരു പ്രത്യേകതരം പാത്ത് വഴിയാണ്. ആ പാത്തിനെ ഷെല്ല് എന്നാ പറയുന്നത്. ഈ ഓരോ ഷെല്ലിലും നിശ്ചിത ഇലക്ട്രോൺ ഉണ്ടെങ്കിലേ ഈ ആറ്റം സ്ഥിരതയുള്ള ആറ്റമായിട്ട് ഇരിക്കത്തുള്ളൂ. ആറ്റത്തിൽ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ സ്വീകരിച്ചോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോ അത് സ്ഥിരതയുള്ള ആറ്റമായിട്ട് മാറാൻ ശ്രമിക്കും. ഇങ്ങനെ കൂടുതലായുള്ള ഇലക്ട്രോണുകളെയാണ് ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺ ഉള്ള വസ്തുക്കൾക്ക് മാത്രമേ കറണ്ടിനെ കടത്തിവിടാൻ സാധിക്കത്തുള്ളൂ. ഗോൾഡ്, കോപ്പർ, അലൂമിനിയം അങ്ങനെ വൈദ്യുതി കടത്തിവിടുന്ന എല്ലാ വസ്തുക്കൾക്കും ഇതുപോലെ ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ഇങ്ങനെ ഫ്രീ ഇലക്ട്രോണുകളുള്ള വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇതുപോലെ ഫ്രീ ഇലക്ട്രോൺ ഒന്നും ഇല്ലാതെ സ്ഥിരതയായിട്ട് നല്ല ബോണ്ടിലിരിക്കുന്ന വസ്തുക്കളാണ്, വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെയാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ കണ്ടക്ടർ എന്നും വൈദ്യുതിയെ കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റർ എന്നുമാണ് പറയുന്നത്. എല്ലാ കണ്ടക്ടറുകളിലും കോടിക്കണക്കിന് ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. ഇനി നമുക്ക് സ്ഥിരം കേൾക്കുന്ന വോൾട്ടേജിനെ പറ്റിയും കറണ്ടിനെ പറ്റിയും മനസ്സിലാക്കാം. വോൾട്ടേജിനെയും കറണ്ടിനെയും പറ്റി മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം ഒരു ടാങ്ക് വെള്ളവും അതിൽ നിന്നൊരു പൈപ്പ് കണക്ഷൻ. ഇതേപോലാണ് ഒരു ബാറ്ററിയും അതിൽ നിന്നൊരു വയറും സ്വിച്ചും ഒരു സർക്യൂട്ടും വർക്ക് ചെയ്യുന്നത്. നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ ആ പൈപ്പിനകത്തുള്ള വെള്ളം ഒഴുകും. ആ ഒഴുക്കിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വെള്ളം ഒഴുകിയത്? ടാങ്കിനകത്ത് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു, ടാങ്കിന് പുറത്ത് വെള്ളം ഇല്ലായിരുന്നു. ആ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഒഴുകിയത്. അല്ലെങ്കിൽ ആ വ്യത്യാസം മൂലം ഒരു ബലം കിട്ടി, ആ ബലം കൊണ്ടാണ് ഒഴുകിയത്. ആ ബലത്തെ അല്ലെങ്കിൽ ആ വ്യത്യാസത്തെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി കറണ്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ബാറ്ററിയിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഒരിടത്ത് പോസിറ്റീവ് അതായത് ഇലക്ട്രോൺ കുറവ്, മറ്റേടത്ത് നെഗറ്റീവ് ഒരുപാട് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഇലക്ട്രോൺ ഉള്ളിടത്തു നിന്നും ഇലക്ട്രോൺ കുറവുള്ള പോസിറ്റീവിലേക്ക് ഇലക്ട്രോണുകൾ വയർ വഴി ഒഴുകാൻ തുടങ്ങും. ആ ഇലക്ട്രോണിന്റെ വയർ വഴിയുള്ള ആ ഒഴുക്കിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോണിന് ഒഴുകാനുള്ള ബലം അല്ലെങ്കിൽ ആ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം, അതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. വോൾട്ടേജിനെയും കറണ്ടിനെയും പറ്റി കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് വോൾട്ടേജിൽ നിന്ന് തുടങ്ങാം. വോൾട്ടേജ് എന്നത് ഇലക്ട്രോണുകൾക്ക് ഒഴുകാൻ ആവശ്യമായ ബലമാണെന്നും അല്ലെങ്കിൽ 2 പോയിന്റുകൾക്കിടയിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണെന്നും പറഞ്ഞു. ഈ വോൾട്ടേജ് എന്ന് എഴുതുന്നതിന് പകരം വി എന്ന അക്ഷരം കൊണ്ടാണ് വോൾട്ടേജിനെ സൂചിപ്പിക്കുന്നത്. വോൾട്ടേജ് അളക്കാൻ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിക്കുക. ആ മീറ്ററിൻ്റെ അകത്തായിട്ട് വി എന്ന് എഴുതിയിരിക്കുന്നതാണ്. അതിന് മീനിങ് അതൊരു വോൾട്ട് മീറ്റർ ആണെന്നാണ്. ആ വിക്ക് മുകളിലൊരു നേർരേഖയാണെങ്കിൽ അത് DC വോൾട്ടേജ് അളക്കുന്ന വോൾട്ട് മീറ്ററും, നേർരേഖയ്ക്ക് പകരം ഒരു വളഞ്ഞ വരയാണെങ്കിൽ അത് AC വോൾട്ട് മീറ്ററുമാണ്. DC വോൾട്ടേജ് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജാണ്. AC എന്ന് പറയുന്നത് നമുക്ക് വീടുകളിൽ ലഭിക്കുന്ന വോൾട്ടേജ്. ACയും DCയും പറ്റി പറയാൻ ഒരുപാടുണ്ട്, അതുകൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം. വോൾട്ടേജ് അളക്കുന്ന യൂണിറ്റ് വോൾട്ടാണ്. വോൾട്ടിനെയും വി എന്ന അക്ഷരം കൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുക. വോൾട്ടിൻ്റെ ചെറിയ യൂണിറ്റാണ് മില്ലി വോൾട്ട്. മില്ലി വോൾട്ടിനെ MV എന്ന് എഴുതുക. 1000 മില്ലി വോൾട്ട് ചേരുന്നതാണ് 1 വോൾട്ട്. വോൾട്ടിൻ്റെ വലിയ യൂണിറ്റാണ് കിലോ വോൾട്ട്. 1000 വോൾട്ട് ചേരുന്നതാണ് 1 കിലോ വോൾട്ട്. കിലോ വോൾട്ടിനെ KV എന്നാണ് എഴുതുന്നത്. നമുക്ക് വീടുകളിൽ കിട്ടുന്നത് 230 വോൾട്ട് AC ആണ്.
നമ്മൾ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് കാണപ്പെടുന്ന ട്രാൻസ്ഫോമറിലോട്ട് വരുന്നത് 11 kV, അതായത് 11,000 വോൾട്ടാണ് അതിലേക്ക് വരുന്നത്. ആ 11,000 വോൾട്ടിനെ കുറച്ചിട്ട് 230 വോൾട്ട് ആക്കുന്നതാണ് ആ ട്രാൻസ്ഫോമർ. എല്ലാ ഉപകരണങ്ങളും ഒരു നിശ്ചിത വോൾട്ടേജിന് ഇടയ്ക്ക് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അത് ആ ഉപകരണത്തിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിരിക്കും. ബാറ്ററി, ചാർജർ പോലുള്ള ഉപകരണങ്ങളാണെങ്കിൽ അതിൽ നിന്ന് എത്ര വോൾട്ട് ലഭിക്കുമെന്ന് അതിൽ എഴുതിയേക്കും. ചാർജറിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കും, ബാറ്ററിയിൽ എത്ര വോൾട്ടേജ് ആണോ അത് എഴുതിയേക്കും. ഈ ചിത്രത്തിൽ ചാർജറിനകത്ത് 5 വോൾട്ട് എന്നും ബാറ്ററിയിൽ 9 വോൾട്ട് എന്നും എഴുതിയേക്കുന്നതാണ്. വോൾട്ടേജിനെ പറ്റി മനസ്സിലായില്ലേ? അടുത്തതായി കറണ്ടിനെ പറ്റി നോക്കാം. ഇലക്ട്രോണുകളുടെ ഒഴുക്കാണ് കറണ്ട് എന്ന് പറഞ്ഞു. കറണ്ടിനെ I എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. കറണ്ട് അളക്കുന്ന യൂണിറ്റ് ആംബിയർ ആണ്. ആംബിയറിനെ A എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. കറണ്ട് അളക്കാൻ അമ്മീറ്റർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന മീറ്ററിനകത്ത് A എന്ന് എഴുതിയിരിക്കുന്നതാണ്. അതിനർത്ഥം അത് അമ്മീറ്റർ ആണെന്നാണ്. ആംബിയർ എന്നത് അത്യാവശ്യം വലിയ യൂണിറ്റ് ആയതുകൊണ്ട് ആംബിയറിൻ്റെ ചെറിയ യൂണിറ്റായ മില്ലി ആംബിയർ ഒക്കെയാണ് ഉപയോഗിക്കാറ്. 1000 മില്ലി ആംബിയർ ചേർന്നതാണ് 1 ആംബിയർ. എല്ലാ ഉപകരണത്തിനും കടത്തിവിടാൻ പറ്റുന്ന കറണ്ടിനൊരു ലിമിറ്റ് കാണും. ചിത്രത്തിൽ കാണുന്ന ഫ്യൂസിനകത്ത് 5A എന്ന് എഴുതിയേക്കുന്നതാണ്. അതിനർത്ഥം ആ ഫ്യൂസിലൂടെ 5 ആംബിയർ കറണ്ട് കടന്നു പോകും. അതിൽ കൂടുതൽ കറണ്ട് കടന്നു പോയാൽ ആ ഫ്യൂസ് കംപ്ലൈൻ്റ് ആകും. അതുപോലെ ചാർജർ പോലുള്ള ഉപകരണങ്ങളാണെങ്കിൽ അതിൽ നിന്ന് എത്ര ആംബിയർ കറണ്ട് അതിന് കൊടുക്കാൻ പറ്റുമെന്നും അത് രേഖപ്പെടുത്തിയിരിക്കും. ഈ കാണുന്ന ചാർജറിനകത്ത് 1200 മില്ലി ആംബിയർ എന്ന് എഴുതിയേക്കുന്നതാണ്. അതിനർത്ഥം ഈ ചാർജറിൽ നിന്നും 1200 മില്ലി ആംബിയർ കറണ്ട് കൊടുക്കാൻ പറ്റും. വോൾട്ടേജിനെയും കറണ്ടിനെയും പറ്റി മനസ്സിലായില്ലേ? അടുത്തതായി പവറിനെ പറ്റി നോക്കാം. ഒരു ഉപകരണം എത്രത്തോളം ഇലക്ട്രിക് എനർജി ഉപയോഗിക്കുന്നു അതാണ് ആ ഉപകരണത്തിന്റെ പവർ. പവറിനെ P എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പവർ അളക്കുന്ന യൂണിറ്റ് വാട്ടാണ്. വാട്ടിനെ W എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. വാട്ട്സിന്റെ ചെറിയ യൂണിറ്റാണ് മില്ലി വാട്ട്. 1000 മില്ലി വാട്ട് ചേർന്നതാണ് 1 വാട്ട്. അതുപോലെ വാട്ടിന്റെ വലിയ യൂണിറ്റാണ് കിലോ വാട്ടും മെഗാവാട്ടും. 1000 വാട്ട് ചേർന്നതാണ് 1 കിലോ വാട്ട്. അതുപോലെ 10 ലക്ഷം വാട്ട് ചേർന്നതാണ് 1 മെഗാവാട്ട്. ഒരു ഉപകരണത്തിന്റെ പവർ കണ്ടുപിടിക്കാൻ ആ ഉപകരണം വർക്ക് ചെയ്യുന്ന വോൾട്ടേജും അതെടുക്കുന്ന കറണ്ടും തമ്മിൽ ഗുണിച്ചാൽ മതി. ചിത്രത്തിൽ കാണുന്ന ബൾബിൽ 60 വാട്ടെന്ന് എഴുതിയേക്കുന്നതാണ്. ഇതുപോലെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലെല്ലാം പവർ മാത്രമേ രേഖപ്പെടുത്തൂ. അത് എത്ര ആംബിയർ കറണ്ട് എടുക്കുമെന്ന് അതിൽ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ ഈ ബൾബ് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്നറിയാം? 230 വോൾട്ട്. ഈ 230 കൊണ്ട് ഈ ബൾബിന്റെ പവറായ 60നെ ഹരിച്ചു കഴിഞ്ഞാൽ ഈ ബൾബ് എടുക്കുന്ന കറണ്ട് കിട്ടും. ഈ 60 വാട്ടിന് 230 വോൾട്ട് കൊണ്ട് ഹരിക്കുമ്പം 0.260 ആംബിയർ എന്ന് കിട്ടും. അതായത് 260 മില്ലി ആംബിയർ. ഇനി നമുക്ക് കറണ്ട് അറിയാം, വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ പവറിനെ കറണ്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് കിട്ടും. വോൾട്ടേജിനെയും കറണ്ടിനെയും പവറിനെയും പറ്റിയൊരു ബേസിക് ഐഡിയ ആയില്ലേ? ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പിന്നെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. തുടർന്നുള്ള വീഡിയോകളിലൊക്കെ അത് പരിഹരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.